ഏറ്റവും കൂടുതൽ ആനയെ പേടി ആനക്കാർക്കാണ്. അത് വെളിയിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ. ഞാനപ്പം അദ്ദേഹത്തിനോട് മുതലാളിയോട് ചോദിച്ചതുപോലെ ഒരു ആന അഴിക്കാനായിട്ട് കുണ്ട്രയെന്ന് വിളിച്ചു. ഞാൻ അങ്ങോട്ട് പോകണം പറഞ്ഞാൽ വേണ്ട, നമ്മൾ ആന എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ 3-ൻ്റെ അന്ന് പോയി ഈ ആന എടുത്തുകൊണ്ട് വരുന്നത്. അങ്ങനെയാണ് രാജേന്ദ്രൻ്റെ ചുമതല ഏൽക്കുന്നത്. അപ്പോൾ രാജേന്ദ്രൻ്റെ ചുമതല ഏൽക്കുമ്പോൾ രാജേന്ദ്രൻ അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? രാജേന്ദ്രൻ അന്ന് എനിക്ക് തോന്നുന്നു ഒരു 24 വയസ്സ് കാണും. രാജേന്ദ്രൻ 24 വയസ്സുണ്ട് ആനയ്ക്ക്. അന്നേരമാണ് നമ്മൾ വാങ്ങിക്കൊണ്ട് വരിക. അന്ന് ആന മുടയായിട്ടില്ല ഈ ആന. ശരി ശരി. അത് മുതലാളി പോയിട്ട് ആന വാങ്ങിക്കൊണ്ട് വരികയായിരുന്നു? അല്ല, ഞാനും കൂടെ പോയായിരുന്നു. ചേട്ടനും കൂടെ ഞാനിവിടെ പോയായിരുന്നു. ഈ ആന അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാണോ നിങ്ങൾ? അല്ല, ഞങ്ങൾ പല ആനകളെ നോക്കി ഇങ്ങനെ പാലക്കാട് ചെന്നപ്പോൾ ഇതുപോലെ ഒരു ആന നിപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ആന മേടിക്കുമായിരുന്നു. അത് അന്ന് നമ്മൾ കണ്ടിട്ട് പിന്നീട് സംസാരിച്ച് ഒരുപാട് സമയം എടുത്തോ നമുക്ക് ആന വാങ്ങിക്കൊണ്ട്? അന്നൊരു ദിവസം തന്നെ, അന്നൊരൊറ്റ ദിവസം കൊണ്ട് ഈ ആന മേടിച്ചു. ശരി. പിന്നെ ഒരു രണ്ടാമത് ചിന്തിക്കാൻ പോയില്ല. ശരി. അത് അന്ന് വാങ്ങിച്ച് അന്ന് തന്നെ ആനയെ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റി? 3-ൻ്റെ അന്നാ കൊണ്ടത്. 3-ൻ്റെ അന്ന്. അപ്പോൾ ഈ വേറെ ആനക്കാർ ഇവിടെ കൊണ്ടുവന്നാക്കുകയായിരുന്നു അന്ന്? എറണാകുളം ശ്രീകുമാറിന്റെ ആനക്കാരനായിരുന്നു അതിന്റെ ആനക്കാരൻ. ശിവകുമാർ അല്ലേ? അതിന്റെ ആനക്കാരൻ സുരേഷ് എന്ന് പറഞ്ഞ പയ്യനായിരുന്നു. ശരി. അപ്പൊ അയാള് കൊച്ചു പയ്യനായിരുന്നു. ഞങ്ങളുടെയൊക്കെ പ്രായം വരുന്നത് അന്ന്. ഇപ്പം ഞങ്ങളുടെയൊക്കെ പ്രായമേ ഉള്ളൂ. ഞങ്ങളൊക്കെ സെയിം പ്രായക്കാരാ. അപ്പൊ പുള്ളിയാണ് ഇവിടെ കൊണ്ടുതരുന്നത്. അന്ന് പോയി കണ്ട ആനകളിൽ ഒരുപാട് ആനകൾ നല്ലതുണ്ടായിരുന്നു? അതോ ആന കണ്ടതിൽ 13 ആന കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആന ഇതാണ്. ആ സമയത്ത് ബാക്കിയുള്ള ആനകളല്ല ഇവിടുന്ന് കൊല്ലത്തുനിന്ന് അങ്ങോട്ട് വിറ്റ് പോയിട്ടുള്ള ആനകളായിരുന്നു. അത് നമുക്കറിയാവുന്ന ആനകളായിരുന്നു. ആ സമയത്ത് രാജേന്ദ്രന്റെ ഒരു സ്വഭാവ രീതി എങ്ങനെയായിരുന്നു? ഇതൊന്ന് കാണുമ്പോൾ ഇഷ്ടപ്പെടാനുണ്ടായ ഒരു കാരണം? അത്യാവശ്യം കയ്യിലിരിപ്പൊക്കെ ഉണ്ട് പുള്ളി. അല്ല, ആന ചെറുപ്പം. രണ്ടാമത് ആനക്കാരനെ കണ്ടപ്പോഴേ മനസ്സിലായി ഈ ആന ഇത്രേ ഉള്ളൂ. ഒരു പയ്യനൊരു ആന കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്കറിയാമല്ലോ ഈ ആന ഏത് രീതിയിലുള്ള ആവരുമെന്ന്. പക്ഷെ അന്നേരം ഞാൻ മുതലാളിയോട് പറഞ്ഞു, ഇത് ചില കാര്യങ്ങളിലെല്ലാം ഈ ആന ഒന്നും ഓക്കെ ആയിട്ടില്ലെന്ന് പറഞ്ഞു. അത് കാരണം, ഒന്നാമത്തെ കാരണം ഈ ചിട്ടവട്ടം ആനയ്ക്ക് കറക്റ്റല്ല അന്ന്. പിന്നെ അതിന് കുറച്ച് പാടുപെട്ടേണ്ടി വന്നു ഒന്ന് നേരെയാക്കി എടുക്കാനായിട്ട്. വെള്ളത്തിലൊക്കെ നല്ല ചടങ്ങായിരുന്നു അന്നാന. ശരി. അപ്പൊ വെള്ളത്തിൽ ഇറക്കി കഴിയുമ്പോഴത്തേക്ക് ആന അങ്ങനെ കൈവിട്ട് പോകുന്ന പരിപാടികളോ? അന്ന് വെള്ളത്തിലിറക്കിയ കലക്കവെള്ളം ആന എന്നെയും കൊണ്ട് കഴുകാനായിട്ട് കൊളുത്തിക്കെട്ടി കഴുകേണ്ട ഗതി വന്നിട്ടുണ്ട് ഈ ആനേന്. അപ്പൊ ഈ കലക്കവെള്ളത്തിലൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ മുട്ടിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് എന്നെ ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് എന്നെ ആയിട്ട് ആന. പക്ഷെ അവിടെ എല്ലാം നമ്മൾ നേടി, പണിക്കകത്ത് നേടി. 26 വയസ്സ് ആ സമയത്ത് ആനയ്ക്ക് മതപ്പാടിന്റെ കാലം തുടങ്ങുന്ന ഒരു സമയമല്ലേ? അപ്പൊ ആനയ്ക്ക് മതപ്പാട് യഥാർത്ഥമായിട്ട് വരുമെന്ന് പറഞ്ഞാൽ 18-19 വയസ്സിൽ ആനയുടെ മതപ്പാട് കാലമാണ്. അപ്പൊ നമ്മൾ പോയി ആനയെ കാണുന്ന സമയത്ത് ആന ഓൾറെഡി മുടനീരൊക്കെ ആയിട്ട്. അന്നെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ്. ആന അവിടെ ആൻഡമാനിൽ നിന്ന് ആന വന്നിട്ട് 2 വർഷമായതേ ഉള്ളൂ. ഇവിടുത്തെ പ്രകൃതിയുമായിട്ട് ആന ഒന്നും സീറ്റിംഗ് അല്ല. പിന്നെ ഇതിൻ്റെ മുടയെന്ന് പറഞ്ഞാൽ അറിവുള്ള ആനക്കാർ പറഞ്ഞുള്ള അറിവ് കൊണ്ട് പറയുവാണ്, ജനനം അനുസരിച്ചാണ് ഇവന്റെ മുട. കാരണം അതാണ് പല ആനകളും ഈ മഞ്ഞുകാലത്ത് മതപ്പാട് വരുന്നതെന്ന് പറയുന്നത്. ഇതിന്റെ ജനനം അനുസരിച്ചാണ് ഇവന്റെ മതപ്പാടിന്റെ കാര്യങ്ങൾ വരുന്നത്. അങ്ങനെ വരുന്നത്. ഇത് ഈ പറഞ്ഞ എൻ്റെ തൊട്ട് തുലാമാസം ആയപ്പോഴത്തേക്ക് ആനയ്ക്ക് നനയാൻ തുടങ്ങി ആദ്യത്തെ പ്രാവശ്യം. അപ്പൊ നമുക്ക് സമാധാനം ഇടാൻ നല്ല സമയമായല്ലോ ആനയ്ക്ക്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇവിടെ മകരത്തി മതിയാണ്. മകരം മുതൽ നമുക്ക് സുഖമായിട്ട് എഴുന്നള്ളിച്ച് പോവാം. എങ്ങനെ ആയാലും മേടം 10 വരെ കണ്ടിന്യൂ കൂടും. ദൈവം അനുഗ്രഹിച്ച് ആ മതപ്പാട് ഇപ്പം അങ്ങനെ തന്നെ അങ്ങ് പോകുന്നുണ്ട്. ശരി. അപ്പൊ ആ സമയത്ത് ചേട്ടനെ ആദ്യം ആനയ്ക്ക് മുടനീര് വന്ന സമയത്ത് എവിടെയെങ്കിലും പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്ക് പോകുന്ന സമയത്താണോ? അല്ല. അത് ആന ഞാൻ കൂടെ നിന്നവരോട് പറഞ്ഞു, ഒരു 7 ദിവസം, ഒരു 6-7 ദിവസം കൊണ്ട് ആനയ്ക്ക് തീറ്റയ്ക്കൊന്ന് പങ്ങി. തീറ്റയ്ക്ക് പങ്ങിയിട്ട് ആനയുടെ ആന്തരാവയവങ്ങൾക്കെല്ലാം വ്യത്യാസങ്ങളായി. കാരണം കണപ്പാടിന്റെ പുറവശമൊക്കെ ഈ കനവായി കയറിയങ്ങ്. അപ്പൊ ആന വലിച്ച് വെളിയിലിട്ടേക്കുക. കണ വലിക്കുന്നില്ല, കണ പള്ളക്കിട്ടടിക്കുന്നു. കണയിൽക്കൂടെ നൂല് വലിയുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടെ എല്ലാവരോട് പറഞ്ഞു, എന്ത് വരും നിങ്ങൾ ആനയൊന്ന് സൂക്ഷിച്ചോണം. ആനയ്ക്കൊരു കോളിൻ്റെ ഒരു പവറുണ്ട്. അപ്പം മൂത്രം തപ്പാൻ തുടങ്ങി. കൂടെ വയ്ക്കുന്നവരുടെ കണ്ണു കുട്ടണമെന്ന് തോന്നി.
പൊതുവെ ഒരു നീരിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ആന കാണിച്ചു. ഒരു ദിവസം രാവിലെ ഞാൻ വന്നപ്പം മേക്കെല്ലാം മൊത്തം ആന ചൊറിഞ്ഞ് നിൽക്കും. അപ്പം ചൊറിഞ്ഞ ചെറിയൊരു തെടുപ്പേ ഉള്ളൂ, ചെറിയൊരു നെല്ലിക്കയുടെ അത്ര ഒരു ചെറിയൊരു നെല്ല്. അപ്പോൾ പറഞ്ഞാൽ ആനയ്ക്ക് നീരിൻ്റെ ലക്ഷണമാണെന്ന് പറഞ്ഞു. ഞാൻ അന്നത്തെ ദിവസം ആനെ ബന്ധു ചെയ്തു കിട്ടി. രാവിലെ വരുമ്പോൾ എന്തായി തീരുമെന്ന് അറിയത്തില്ല. രാവിലെ അപ്പം അതുപോലെ വന്ന് വിളിച്ചു, ആനെ അംഗീകരിച്ചു. നോക്കിയപ്പോൾ ഒരു വിരൽ വണ്ണത്തിൽ ഈ വിരൽ വണ്ണം ഇല്ല, ഒരു ഈർക്കില്ല വണ്ണത്തിൽ 2 സൈഡ് പോലെ. ഞാൻ പുള്ളിയെ ഉടമസ്ഥനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ പ്രശ്നമുണ്ട് ആനയ്ക്ക്. അപ്പം ആനെ ചിന്തിച്ചു എന്ന് പറഞ്ഞു, കിട്ടിയേക്കണേ എന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു നീര് കുഴപ്പമില്ലാതെ ഒരു 20 ദിവസം നിന്നുള്ളൂ. നോർമലായി. അപ്പോഴും ആന കുഴപ്പം കെട്ടിയില്ല. ഇപ്പോഴും ദൈവം അനുഗ്രഹിച്ചു ആന രാവിലെ വന്ന് ഞങ്ങൾ മാറി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കെട്ടുന്നുണ്ട്, വെളി വിടുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം ഈ ആ ഒരു കാലത്ത് ചേട്ടൻ ഈ ചെറിയ ഒലിവി നിൽക്കുകയാണെങ്കിലും രാജേന്ദ്രൻ്റെ അടുത്തേക്ക് കയറി പോകാനായിട്ടൊരു ഭയമോ അങ്ങനെ എന്തെങ്കിലും? ആദ്യത്തെ സമയം ആദ്യമേ ഏതാനക്കാരനായാലും ഉണ്ടാവുമല്ലോ. ഒരു ആന ഒലിച്ചുകൊണ്ട് നിൽക്കുമ്പം അത്ര ധൈര്യമായിട്ട് ചെന്നൊരു ആനയുടെ കീഴിൽ കയറാൻ ഒരു ആനക്കാരനും പ്രകടനം കാണിക്കത്തില്ലല്ലോ. ഏറ്റവും കൂടുതൽ ആനയെ പേടി ആനക്കാർക്കാണ്. അത് വെളിയിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ. കാണുമ്പം ആന അടുത്ത് നിന്നോട്ടെ, ഞാൻ അടുത്ത് നിന്നോട്ടെ എന്നൊക്കെ ചോദിച്ചു. അതാണ് ഏറ്റവും കൂടുതൽ ആനക്കാരനെ ഉള്ളു ആന ഭയം. അത് വെളിയിൽ നിൽക്കുന്ന ആർക്കും അറിയില്ല. അങ്ങനെ ഇപ്പൊ ആനയുടെ കൂടെ നിന്നിട്ട് ഏതെങ്കിലും ആന നമ്മളെ ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു? എത്ര ആനകൾ തന്നെ ഓടിച്ചിട്ടുണ്ട്. ഓടിച്ചെന്നെ അയ്യം കയറിയിട്ടുണ്ട് ആനകൾ. കൂടെ കൈകാര്യം ചെയ്യാൻ സാഹചര്യങ്ങളൊക്കെ ഒരുപാട് കൂടുതൽ. ആന ഓടിക്കാത്ത ഏത് ആനക്കാരനാണ് ഈ ഭൂമിയിലുള്ളത്? ഈ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയണ്ട, ഒരിക്കലും ടെറർ ആന എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ആനയെ കയറിയത് എപ്പോഴായിരുന്നു? ടെറർ ആന എന്ന് പറയുമ്പോൾ ഇത് കിടങ്ങൂർ കൃഷ്ണൻകുട്ടി ആനയായിരുന്നു. കിടങ്ങൂർ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന ആന മൗട്ടത്ത് കൊണ്ടുവന്ന് കുറച്ച് നാൾ ഒരു 6-7 മാസം അതിനെ കൈകാര്യം ചെയ്തു. അത് അത്യാവശ്യം, പക്ഷെ അതൊരു കൂറുള്ളൊരു ആനയാണ്. കാരണം എന്താ പറയുക, അത് ചട്ടക്കാരനോട് പെറ്റതള്ളയ്ക്ക് തുല്യമുള്ളൊരു ആനയാണ്. കാരണം അത് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ആന പറയും, എടാ എന്നെ കൊണ്ട് ഇത് പറ്റില്ല. ആന തെറ്റുന്നതിന് മുമ്പ് ആനയുടെ ഒരു ചിട്ടയെന്ന് പറഞ്ഞാൽ ഈ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന ചപ്പും ചവറൊക്കെ ആന പിറക്കാൻ തുടങ്ങും. നമ്മൾ പറയുന്നത് അനുസരിക്കാൻ തോന്നുന്നില്ല, മടി കാണിക്കും. പക്ഷേ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി ആന കൈകാര്യം ചെയ്തു. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ചേട്ടൻ കൂടുതൽ ഇതുവരെ കയറിയിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് നാടനാനകളിലാണ്. ഞാൻ നാടനാനയ്ക്കകത്ത കൂടുതലും നിന്നിരുന്നു. നാടനാനകൾ മാത്രമേ നമ്മൾ കൂടുതലായിട്ട് അളക്കാറുള്ളൂ. അല്ല, നാടനാനകളെന്ന് പറഞ്ഞാൽ പെറ്റതുള്ളക്ക് തുല്യ. ഒരാൾക്ക് നാടനാന പക്കയാണ്, പക്ഷെ നാടനാന തെറ്റിയ അത് വേറെ ലെവല് പോവാം. അപ്പം അതിനുശേഷം പക്ഷെ വിലക്കാ കേൾക്കും നാടനാനകൾ, അങ്ങനെ ഗുണമുണ്ട്. ശരി ശരി. അപ്പം നമ്മൾ ഈ നീരിൽ നിന്നൊക്കെ അഴിച്ചിട്ട് ആനയെ കൊണ്ട് പണിക്ക് പോയാലും എന്തിനു പോയാലും ആന കുറച്ച് കഴിഞ്ഞാലും നമ്മൾ ഈ ആനയ്ക്ക് 1 കൊല്ലം നിന്നാലും 2 കൊല്ലം നിന്നാലും 3ാമത്തെ കൊല്ലം നമ്മൾ നീരിൽ നിന്ന് അഴിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ അളക്കുമെന്നൊക്കെ പറയുന്നതിൽ വാസ്തവമുണ്ട്. ചില ആനകൾ അതിൻ്റെ ഒരു കൂറെന്ന് പറയുന്ന ഒരു ആന ഈ 16 കൊല്ലം കയറിയ ഒരു ആന, 16 കൊല്ലം കയറിയ ആനക്കാരൻ ഈ കേശവുള്ള ചേട്ടൻ ആന പിന്നെ കയറേണ്ടി വന്നു മൗട്ടത്താണ്. 4 വർഷത്തിന് ശേഷം ഈ ആനക്കാരൻ കണ്ടു. ആ ആനയുടെ സ്നേഹം കാണുമായിരുന്നു. ആ ആനക്കാരനെ കണ്ടപ്പോഴാണ് നിലം കൈ അടിക്കുന്നു, വാലിനും അയാളെ തടകുന്നു, അയാളോടില്ലേ കൊച്ചു. എങ്ങനെ നമ്മളതെന്താ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അയാളെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിനോടുള്ള ആനക്കാരനോടുള്ള ഒരു സ്നേഹം ഭയങ്കര ആത്മാർത്ഥമായിരുന്നു ആനയ്ക്ക്. ചിലതുണ്ട്, ചിലത് ഒരു നീര് കഴിയുമ്പം പിന്നെ മറക്കുകയും ചെയ്യും ആനക്കാർ. അത് ഒരുമാതിരിപ്പെട്ട ആനകളെല്ലാം മറക്കും. അപ്പോൾ ഈ ഒരു നീര് കഴിയുമ്പോൾ അടുത്ത നീരിൽ ചെല്ലി കഴിയുമ്പോൾ നമ്മളെ ചാടിക്കുവാണ്, വീണ്ടും ആന മേലിൽ നിന്ന് ചാടിക്കും. ചിലതാണ് അതൊന്നും വേണ്ട. മൗട്ടത്ത് കമ്പനിയിലേക്ക് ചേട്ടൻ വന്ന് ചുമതല കയറുന്ന സമയത്ത് അവിടെ എല്ലാം നാടനാനകളായിരുന്നു, അതോ ബീഹാർ അങ്ങനെയുള്ള ആനകളായിരുന്നു? മൗട്ടത്ത് ഞാൻ വരുമ്പോൾ നിൽക്കുമ്പോൾ നാടനാനകളാണ്. അന്ന് മൗട്ടത്ത് എത്ര ആനകളുണ്ടായിരുന്നു? ഞാൻ വരുമ്പം അവിടെ ഒരാനേ ഉള്ളൂ. പിന്നെ അവരിങ്ങനെ മാറി പിന്നെ വന്നിട്ടുള്ളവർക്കെല്ലാം ബീഹാർ ആനകളും മാറിയുള്ള ആനകളായിരുന്നു. അപ്പം ഈ രാജേന്ദ്രൻ വന്ന ശേഷം രാജേന്ദ്രൻ മാത്രമായിട്ട് തന്നെ നിൽക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. ഇപ്പം എത്ര കൊല്ലമായിട്ട് രാജേന്ദ്രൻ ഉണ്ട്?
രാജേന്ദ്രൻ ഇപ്പൊ 20 വർഷം കൊണ്ട് 20 വർഷം കൊണ്ട് ചേട്ടൻ. അപ്പോൾ രാജേന്ദ്രൻ അവിടെ കയറാൻ തുടങ്ങിയിട്ട് പെട്രോളായി 20 വർഷമായി. 20 വർഷമായിട്ട് രാജേന്ദ്രൻ ഇവിടെ തന്നെ. അപ്പോൾ പ്രത്യേകിച്ച് ആ ഒരു കമ്പനിയെ പറ്റി ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു തൊഴിലുകാരൻ അവിടെ ആ ഒരു കമ്പനിയിൽ തന്നെ സ്ഥിരമായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുതലാളി എങ്ങനെയുള്ളൊരു വ്യക്തിയായിരിക്കണം, ആ തൊഴിലാളി എങ്ങനെയുള്ളൊരു വ്യക്തിയായിരിക്കണം എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാവുന്നില്ല. അതിപ്പം സാറ് കുട്ടികളുമായി കഴിഞ്ഞാൽ പറഞ്ഞാൽ കേട്ടില്ല, സാറ് വിളിച്ച് വഴക്ക് പറയത്തില്ലയോ കുട്ടികളോട് എന്ന് പറയുന്നതിലൂടെ ഉടമസ്ഥൻ എപ്പോഴായാലും അവർക്ക് ഒരു നിയന്ത്രണം വരുമല്ലോ. നമ്മുടെ മേളിലൊരു നിയന്ത്രണം ഉണ്ടാവില്ല. ആനക്കാരനാ അല്ലെ എൻ്റെ ആനയാണ് അവനെ ഏൽപ്പിച്ചേക്കുന്നതെന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടാവും, നമുക്കും ഉണ്ടാവണം. അപ്പോൾ രാജേന്ദ്രൻ്റെ നീര് സമയത്തല്ല ഇവിടെ തന്നെയാണോ നിങ്ങൾ കിട്ടുന്നത്? രാജേന്ദ്രൻ്റെ നീര് സമയത്ത് ഞാൻ ഇവിടെ ആയിരുന്നു കെട്ടിക്കൊണ്ടിരുന്നത്. ഇവിടുന്ന് ഇപ്പം ഞാൻ ഈ നീര് ഇതങ്ങ് മാറ്റി. ചിലപ്പോഴേ ഇവിടെ ഈ വെള്ളം രാത്രി കയറിയാൽ ആന അഴിച്ച് മാറ്റി കെട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത് ഇവിടെ തന്നെ കെട്ടാൻ തുടങ്ങിയിട്ട് ഈ പുരയിടത്തിൽ കെട്ടാൻ തുടങ്ങിയിട്ട് 15 വർഷത്തിന് വെള്ളമായി. നമ്മുടെ ഈ വെള്ളപ്പൊക്കമൊക്കെ വന്ന സമയത്ത് ഈ പുരയിടത്തിലൊക്കെ വെള്ളം കയറിയിരുന്നു. അന്നേരത്തെ ആനയെ മാറ്റും വെള്ളം കയറിയിരുന്നു അല്ലേ? വെള്ളം കയറും. കയറും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നമ്മളിവിടെ നീര് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, ഇവിടെ ആനയ്ക്ക് ഓൾറെഡി 3 തറിയുണ്ട്. 3 തറി എന്ന് പറഞ്ഞാൽ സ്ഥിരം തെറി ആനയുടെ ഇതാണ്. വർഷകാലം പെയ്ത് കഴിഞ്ഞാൽ അപ്പളെ ആന ഇവിടെ നിന്ന് മാറ്റും. ഇവിടെ ക്ഷേത്രത്തിന്റെ ഒരു പുരയിടമുണ്ട്, അവിടെ കൊണ്ടുപോകും. അവിടെ കെട്ടിയാൽ പിന്നെ നമുക്കൊന്നും പേടിക്കണ്ട. അപ്പം ഈ നമ്മുടെ മൗട്ടത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന പരിപാടികളുണ്ടോ? അങ്ങോട്ട് കൂടുതലായിട്ട് കൊണ്ടു നിർത്തി ഞാൻ അവിടെ ഷെഡി വന്ന് ആനെ കണ്ടിട്ടുണ്ട്, ഇവിടെ വന്ന് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ പേര് വിജയൻ ഉണ്ണിത്താൻ സാറെന്നാണ്. അദ്ദേഹത്തിന് ഒരു ചിട്ടയുണ്ട്. രാവിലെ 8 മണിയാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 7:30 മുമ്പ് 8 മണിക്കകത്ത് അദ്ദേഹത്തിനെ വിളിച്ചിരിക്കണം. ആനയുടെ വിവരം വിളിച്ച് പറയണം. എല്ലാ ദിവസവും വിളിക്കണം. അതുപോലെ എഴുന്നള്ളിപ്പിന് പോയാലും ഇപ്പോൾ പാട്ടക്കാരൻ്റെ ആനയെ കൊടുത്താലും ആന എവിടെ നിൽക്കുന്നു എന്ന് വിളിച്ച് പറയണം. ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്. രാവിലെ ഞാനിവിടെ ആന കഴിക്കാൻ വന്നാൽ ഞാൻ എന്നും വിളിക്കും. ഞാൻ ആന എടുത്ത് വന്നു, ആന കഴിക്കാം. ശരി, മറ്റെന്തെങ്കിലും വിശേഷം വല്ലതും ഉണ്ടോ? അപ്പോൾ ആനയ്ക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല. അപ്പം ചോദിക്കും, നിങ്ങൾക്ക് വല്ല അസ്വസ്ഥതകൾ വല്ലതും ഉണ്ടോ? ഇല്ല. ശരി, അങ്ങനെയുള്ള ഒരു ചിട്ടയാണ്. ഈ സീസണിലെല്ലാം പാട്ടമാണോ കൊണ്ടിരിക്കുന്നത്? പാട്ടമല്ല, പരിപാടി പാട്ട്. അത് ഇതിന്റെ പാട്ടക്കാരൻ വിഷ്ണു പട്ടക്കാരൻ. എത്ര കൊല്ലമായിട്ട് ഇപ്പോൾ വിഷ്ണുവാണിത്? വിഷ്ണുവിന്റെ കയ്യിൽ ഇതിപ്പോൾ 9ാമത്തെ വർഷം. ഈ കോവിഡ് ആ സമയത്തെല്ലാം പുള്ളിയുടെ കയ്യിലായിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. ഞങ്ങൾക്ക് ഉള്ള കാര്യം പറയാം, ആ പാട്ടക്കാരൻ നല്ലൊരു മനുഷ്യനായിരുന്നു. ആ സമയവും അത്യാവശ്യം കൊച്ചു പരിപാടി എവിടെയെങ്കിലുമൊക്കെ ഓടി നടന്ന് എടുത്ത്, അത് റേറ്റൊന്നും ഇല്ല, കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകാനുള്ളത് എവിടെന്നെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി തരുമായിരുന്നു. ഇപ്പോൾ ചേട്ടൻ ഈ പരിപാടികളൊക്കെ പോയിരിക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയിരിക്കുന്ന ഒരു പരിപാടി, അല്ല അങ്ങനെയുള്ളൊരു പരിപാടികൾ ഉണ്ടാവുമല്ലോ, വിരളമായിട്ടുള്ള പരിപാടികൾ, ഏറ്റവും കൂടുതൽ സന്തോഷം അല്ലെങ്കിൽ ഞാൻ കൊണ്ടു നടക്കുന്ന ആന ഇത്രയും വലിയൊരു സദസ്സിലെത്തിക്കാൻ പറ്റി എന്ന് തോന്നുന്ന പരിപാടി